പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്ന കേസിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറങ്ങി. തൊപ്പിയെ കാണാനില്ല. പോലീസ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. തൊപ്പിയുടെ പാസ്പോർട്ട് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന മറുപടി നൽകിയ ശേഷമാണ് തൊപ്പി ഒളിവിൽ പോയത്. എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഇരുന്നുണ്ട്, എന്നാ വാചകോടിയാന്നേ. ഒടുവിൽ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് വരില്ല എന്ന് പറഞ്ഞ് മുങ്ങിയ ഈ തൊപ്പി. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും തൊപ്പി മുങ്ങിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. എവിടെയാണെന്ന് കണ്ടെത്താനുള്ള വലിയ അന്വേഷണം ആലുവ റൂറൽ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് തൊപ്പിക്കെതിരെ ഉയർന്നിരുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ള പരാതി വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ റൂറൽ സൈബർ പോലീസ് കേസെടുക്കുന്നത്. അങ്ങനെ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. അപ്പോൾ ആ നോട്ടീസിനെ തൊപ്പി മറുപടി നൽകിയ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഹാജരാൻ കഴിയില്ല എന്നാണ്. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ പരിഗണനയിലിരിക്കുകയാണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കം സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ നേരത്തെ ശക്തമായി തന്നെ സൈബർ പോലീസ് എതിർത്തിരുന്നതാണ്. അതായത് ഈ ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ് തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൊപ്പിക്ക് എതിരെയുള്ള പരാതിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരുടെ മൊഴിയെടുക്കാനും ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ പല തവണ മൊഴിയെടുപ്പിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷെ അവരും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമികമായിട്ടുള്ള തെളിവ് ശേഖരണമൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഈ കേസിൽ മൊഴിയെടുപ്പിലേക്ക് കടക്കാൻ ഇതുവരെയും സൈബർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാ ഡയലോഗൊക്കെയാണെന്ന് ഇതേപോലെയുള്ള ചങ്ങാതിമാർ സോഷ്യൽ മീഡിയയിലേക്ക് ഇരുന്ന് പറയുക. ഇതിന് ചെയ്യുന്ന പ്രവൃത്തികളോ ചില ആളുകൾ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യുക. മറ്റു ചില സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ അബദ്ധത്തിലാണെങ്കിൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് മയക്കുമരുന്നിനെതിരെ വലിയ ഘോരം പ്രഭാഷണം നടത്തുക, എന്നിട്ട് ഒളിവിൽ പോവുക. നമ്പർ 1 ഉഡായിപ്പുകളാണ് ഈ ടീമുകൾ എന്നുള്ളത് ഇപ്പോൾ തെളിയുന്നില്ലേ?